അവധി വന്നാൽ എല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. കിറ്റി എക്സ്പെരിമെന്റ് എന്ന പേരിൽ ധാന്യം പൊടിക്കുകയാണ്. അടികൈ, എന്റെ എക്സ്പെരിമെന്റിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടായി. നീ എന്താണ് ചെയ്തേ? കോമ്പറ്റീഷന് വേണ്ടി സയൻസ് പ്രോജക്ട് ചെയ്യായിരുന്നു. എന്ത് പ്രോജക്റ്റ് അത്? മാവ് കുഴച്ചാൽ അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കാമല്ലോ. വെരി ഫണ്ണി. ഇങ്ങനൊരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദ പോവാൻ നോക്ക്. ശരിയാണ്, ഇതും ശരി തന്നെയാ. ഓ, ഈ ബെൽറ്റ് ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാം പുറത്തായത്. നിങ്ങൾക്ക് എന്താ കുറച്ച് പതുക്കെ വന്നോടായിരുന്നു? നിങ്ങൾ കാരണം എന്റെ അധ്വാനം മുഴുവൻ വേസ്റ്റ് ആയി. ഇതുപോലത്തെ കാർ തീർച്ചയായിട്ടും ചന്തയിൽ വാങ്ങാൻ കഴിയല്ലോ. പഠിക്കാതെ പോയാൽ പരീക്ഷ എഴുതാൻ പാടാണ്. ഇത് വെറും കാറല്ല, തേനീച്ച കൂടാണ്. അടികൈ, വിട്ടേക്ക്, മറന്നേക്ക്. ഇതിന് ആരും കൈയടിക്കണ്ട. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ, എല്ലാം മൊത്തത്തിൽ നശിച്ചു. കിറ്റി, നീ പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ശരിയാക്കി തരാം. വിഷമിക്കാതിരിക്ക്, എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ കൂടെ. ഹരി, നീ എന്താ കാണിക്കുന്നേ? പൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, കാരണം മാറ്റിയിട്. ഈ കാർ എങ്ങനെയാ ഇപ്പൊ ഓടുന്നത്? ഞങ്ങൾ നന്നാക്കിയല്ലോ, സംശയമുണ്ടോ? ഇല്ല, ഈ കാർ ബാറ്ററിയിലാ ഓടുന്നത്. ബാറ്ററി ആണെങ്കിൽ ഇപ്പൊ പുറത്താ കിടക്കുന്നത്. ഇഞ്ചിൻ മുഴുവൻ വെള്ളം കയറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് മാവരയ്ക്കുന്ന മിഷൻ വഴി വെള്ളം അകത്തേക്ക് കേറിയിട്ടുണ്ടാവും. മഴ പെയ്തപ്പോൾ കുറുക്കന്റെ ചായം മാഞ്ഞു. ഈ കാർ വെള്ളത്തിലോടുന്ന കാറായി മാറിയോ? അടികൈ, അപ്പോൾ നമ്മൾ വെള്ളത്തിലോടുന്ന കാർ നിർമ്മിച്ചിരിക്കുകയാണ്. വൗ, വെള്ളത്തിലോടുന്ന കാറോ? അങ്ങനെയാണെങ്കിൽ സയൻസ് എക്സിബിഷനിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നീ പറ, നിന്റെ നീല ഏതാണ്, എന്റെ നീല ഏതാണ്? പറയാൻ. ഇതെന്റെ നീല ഷർട്ടാണ്. അങ്ങയുടെ നീല ഷർട്ടിന്റെ നിറം കുറച്ചുകൂടെ മങ്ങിയതാണ്. നീ പറഞ്ഞത് ശരി തന്നെയാണടാ, ശരി തന്നെയാ. നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. ഭായി, നിങ്ങൾക്ക് BP കൂടുതലാണ്. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. നീ തരുന്ന ടെൻഷനാ എനിക്ക് ഇത്രയധികം BP കൂടുന്നത്. നീ വന്നതോടെ എന്റെ ജീവിതം ഇത്രയും തകിടം മറിഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് ദേഷ്യപ്പെടുന്നു എന്റെ ലൈല ഭായി? എടാ ലൈല അല്ലടാ, ലാലാ. ലാലാന്ന് എത്ര പ്രാവശ്യം പറയണം? ലാലാ. സോർദാർ, ഒളിച്ചു ഒളിച്ചു. എടാ, അതിന്റെ അടുത്ത് ഒളിച്ചു കളിക്കാനല്ല, നമുക്ക് ഒളിച്ചിരിക്കാന്ന്. വേഗം വാ. നിങ്ങൾ ഇവിടെ തന്നെ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല.
നിങ്ങളെന്താ രണ്ടുപേരും ഒരു സാരി കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാ, അതുകൊണ്ടാ. ഓഹോ, നിങ്ങൾ എവിടെയെങ്കിലും രണ്ട് കള്ളന്മാരെ കണ്ടായിരുന്നോ? എടാ, എന്തു പറ്റി? ഉറുമ്പ് കടിച്ചതാ. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച ആള് ദേ അതിലേ പോയി. അല്ല, ഇതിലേ പോയി. ഇതിലേ പോയോ അതിലേ പോയോ? ഒന്ന് ഇതിലേ, ഒന്ന് അതിലേ. താങ്ക് യു. ഓടിക്കോ മജിനു, ഓടിക്കോ, വേഗം ഓടിക്കോ. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ലൈലബായി ഇവൻ കണ്ടെത്തി. എടാ ലൈലയല്ല, ലാല, ലാല. ഓ, നിങ്ങളാണല്ലേ ലാല മജ്നു, ജയിൽ ചാടിയവർ. അതെ, അതേപോലെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. എന്ത് ചെയ്യാ നീ? ജയിൽ ചാടിയ രണ്ട് കള്ളന്മാർ എവിടെയുണ്ട്. അവർ രണ്ടുപേരും ലാല മജ്നു എന്നുള്ള വലിയ കുറ്റവാളികളാണ്. അതാ പോകുന്നു, പിടിക്കവരെ. പിടിക്ക്. ഇതാരാടാ ഇങ്ങനത്തെ വാതിലൊക്കെ വെക്കുന്നത്? താഴേക്ക് പോവാൻ മജിനു, വേഗം താഴേക്ക് പോവാം. ലാല മജ്നു, ഞങ്ങൾ നിങ്ങളെ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. പിടിക്ക്, വേഗം പിടി. നീ എന്ത് ചെയ്യുകയാ? മണം പിടിക്കാനുള്ള പ്രാക്ടീസ് ആണ്. എന്തിന്? ഞാൻ സ്ലിപ്പർ ഡോഗ് ആകാൻ പോവുകയാണ്. ഇവൻ എന്തിനാ സ്നിഫർ ഡോഗ് ആകുന്നത്? കാരണം ഇവന് വട്ടുപിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. നീ എന്താ ഈ പറയുന്നത്? ആ, ഇതാ നോക്ക്. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ എന്റെ ഫോട്ടോയും വരണം. അങ്ങനെ ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടും. അതാ എന്റെ ആഗ്രഹം. നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. അതിനൊക്കെ ഒരുപാട് ട്രെയിനിങ് വേണം. ട്രെയിനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. എന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടണം. അതിന് ഞാൻ ഏതെങ്കിലും ഒരു വലിയ കള്ളനെ പിടികൂടണം. മജ്നു, ഓടിക്കോ, ഓടിക്കോ. ഈഷ്, ഒന്ന് വേഗം പോ. അതെ അതെ, ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. അവര് പുറകെ തന്നെ ഉണ്ട്, ഓടിക്കോ. എന്തിനു വണ്ടി നിർത്തുക? മുന്നോട്ട് നോക്കണം സാർ. എന്താ നോക്കി നിൽക്കുന്നത്? ഓടിക്കോ.
രക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ലാലാബായ്. എടാ ലൈല അല്ലടാ ലാല ലാല. എന്തായി പറയുന്നത്? ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. എന്തിനാ വിഷമിക്കുന്നത്? പേര് മാറിയെന്ന് വെച്ച് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, എനിക്ക് വലിയ പ്രശ്നമുണ്ട്. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ലൈല, മനസ്സിലായോ? ഇതാണ് ലാല, ലാലാബായ്, മനസ്സിലായോ? എല്ലാം നന്നായിട്ട് മനസ്സിലായി. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. പോലീസ് നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം പോവാം. ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? ഇവന്റെ ഒരു കാര്യം, നീ പറഞ്ഞത് ശരിയാ. വാടാ ഓടാ. ലാലാബായ്. ലൈല എന്നല്ലടാ എന്റെ പേര്. ഞാൻ ലാലാബായി എന്നല്ലേ പറഞ്ഞത്? നീ കാരണം എനിക്ക് വട്ട് പിടിച്ചു. സ്വന്തം പേര് പോലും ഞാനിപ്പോ മറന്നു പോയിരിക്കുക. എന്റെ പേര് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെയുണ്ട്, അറിയോ? എനിക്കറിയാം. ലൈല ഓ ലൈല. ഇതല്ലടാ, വേറെ മ്യൂസിക്കാ, വേറെ. അത് തന്നെ. ലാല 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 ലാല, മനസ്സിലായോ? ലാല ലാല. ഈ പാട്ട് ഓർത്താ മതി, നിനക്ക് എന്റെ പേര് ഓർമ്മയിൽ വരും. ലാല, മനസ്സിലായോ? ലൗഡ് സ്പീക്കർ എടുത്ത് വെച്ച് പ്രസംഗിക്ക്. പോലീസ് നമ്മളെ അന്വേഷിച്ച് പുറകെ ഉണ്ട്. കുറച്ചു നേരമെങ്കിലും നിങ്ങൾക്ക് ആ വായി വെച്ചോണ്ടൊന്നും മിണ്ടാതിരുന്നൂടെ? ജയിൽ ചാടിയ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കാമായിരുന്നല്ലോ. എന്തിനാ നമ്മൾ ഈ മാളിലേക്ക് വന്നത്? തുണി വാങ്ങാൻ വേണ്ടി വന്നതാ. ഈ ഡ്രസ്സിൽ നമ്മൾ പുറത്തേക്ക് പോയാ നമ്മളെ അവര് പൊക്കും. വേഗം വാ. ബണ്ണി, എനിക്ക് എത്രയും പെട്ടെന്ന് വലിയൊരു കള്ളനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നീ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. കള്ളനെയൊക്കെ പിന്നെ പിടിക്കാം. ആദ്യം ഈ സഞ്ചി പിടിക്ക്. പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടോ. സംശയമുണ്ടോ? വേഗം വേഗം പോ. കുതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മുതലാളി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. തനിക്ക് തന്റെ കുതിരയാണല്ലേ വലുത്. ഞങ്ങളുടെ കിറ്റിയുടെ ജീവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. റോട്ടിൽ കിടന്നാണോടോ നിന്റെയൊക്കെ അഭ്യാസം? ഞങ്ങൾക്കാർക്ക് റോഡ് വഴി സഞ്ചരിക്കണ്ടേ? റെഡിയാക്കി കളയും. ഓ, രക്ഷപ്പെട്ടു. താങ്ക് യു. ഗേറ്റ് വീണു. നമ്മൾ ഉടനെ തന്നെ വണ്ടി നിർത്തണം. എന്ത് കുതിരയാണിത്? ഇതിന് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല.
ഗിയർ പോയോ? പേടിക്കണ്ട, അതില്ലാതെ ഓടിക്കാൻ എനിക്കറിയാം. ഒന്നും സംഭവിക്കില്ല. സൂക്ഷിച്ചു തന്നെയാ പോകുന്നത്. നോക്ക്, മരം വീഴുന്ന് കിടക്കുന്നു. രക്ഷപ്പെട്ടു. ഇനി വീലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല. ഹണി, കൊക്ക. കിറ്റി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. താങ്ക്സ് ബണ്ണി, നീ എന്തായാലും കിറ്റിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? സമയം ഇപ്പോൾ ഒരുപാടായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒരുപാട് ആഹാരം കഴിച്ചാൽ ഉറക്കം വരും. കിറ്റി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വിജയം വരും. അടികൈ. കിറ്റി, നീ എന്താ ഈ കാണിക്കുന്നത്? കുതിരയെ ഓടിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തിനാ? എന്റെ അടുത്ത പടത്തിൽ ഞാൻ ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ മരക്കുതിരയുടെ മേലെ ഇരുന്ന് റൈഡിംഗ് ചെയ്താൽ ഹോഴ്സ് റൈഡിംഗ് പഠിക്കുകയില്ല. കാരണം അത് മുന്നോട്ട് പോകുന്നില്ലല്ലോ. സംശയമുണ്ടോ? ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. വേണ്ട ഹണി. മാവിന്റെ ചോട്ടിൽ നിന്നും കിട്ടി മാമ്പഴം. നിൽക്കൂ ഹണി, കിറ്റി താഴെ വീഴും. അടികൈ. വെള്ളം വന്നപ്പോൾ പശുവിനെ റോഡിൽ കെട്ടി. മുകളിൽ ഇരിക്കുന്ന ആളുടെ അനുഗ്രഹം കാരണം എനിക്ക് ജീവൻ കിട്ടി. അടികൈ. രഞ്ജിത്തിനെ കാണുന്നില്ലല്ലോ. എവിടെ പോയതായിരിക്കും? രഞ്ജിത്ത് ഉടൻ തന്നെ എത്തും. നമ്മൾ കുതിര സവാരി ചെയ്യാൻ പോവുകയാണ്. ചേതക്കിന്റെ പുറത്ത്. ദാ നോക്ക്, ചേതക്ക് നിൽക്കുന്നത് കണ്ടോ? ഇവൻ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞിരിക്കുക. വേഗമാകട്ടെ. വേണ്ട, എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. ഈ ചേതക്കിന്റെ പുറത്ത് എലി പോലും റൈഡ് ചെയ്യാൻ പേടിക്കുകയില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? സംശയമുണ്ടോ? പൊയ്ക്കോ പൊയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. Best of luck. കിറ്റി എത്ര മനോഹരമായിട്ടാണ് കുതിര ഓടിക്കുന്നത്. കിറ്റിയല്ല കുതിരയെ ഓടിക്കുന്നത്. കുതിരയാണ് ഇപ്പൊ കിറ്റിയെ ഓടിക്കുന്നത്. സംശയമുണ്ടോ? ആരാ കുതിരയെ ഓടിക്കുന്നത്? ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റിയാണ്. രഞ്ജിത്തെ, നീ ചേത്തക്കരെ പോലെ ഒരു കുതിര വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണല്ലോ. ഇതിന്റെ പേരെന്താ? ചേതക്. രണ്ട് കുതിരയുടെയും പേരും ചേതക് എന്നാണോ? സംശയമുണ്ടോ? അല്ല, ചേതക് ഇതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്ന കുതിര പുതിയ കുതിരയാണ്. അത് വല്ലാത്ത അപകടകാരിയാണ്. അതിന്റെ ട്രെയിനിങ് ഇതുവരെ തീർന്നിട്ടില്ല. ട്രെയിനിങ് കൊടുത്ത 3 പേര് ആശുപത്രി കിടക്കുകയാണ്. ഇവൻ വളരെ അപകടകാരിയാണ്. കാരണം ഇവൻ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാൻ കഴിയും. കിറ്റി, പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു.
രക്ഷിക്കണേ. ഇതൊരു ജീപ്പാണ്, കുതിരയല്ല. പേടിക്കണ്ട, നിങ്ങൾ ലോകത്തെ ബെസ്റ്റ് ഡ്രൈവറോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്.